അപ്പൊ നമ്മൾ ഇന്ന് രണ്ടാമത്തെ ദിവസത്തെ ഡ്രൈവിംഗ് ക്ലാസ്സിന് പോകണട്ടാ. റെഡി അല്ലേ? ഇന്നലെ പഠിച്ചൊക്കെ ഓർമ്മയുണ്ടോ? എന്നാ പോവാ. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നീ ഇപ്പൊ ക്ലച്ചുമേ കളിക്കണത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാലിങ്ങനെ പൊന്തിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ ആക്കണം നീ ചെയ്യണത്. അങ്ങനെ ചെയ്യണ്ട. അങ്ങനെ ചെയ്യുമ്പോൾ കറക്റ്റ് കൺട്രോൾ കിട്ടില്ല. നീ ചെയ്യേണ്ടത് ഈ കുറ്റി ഭാഗം അവിടെ താഴ്ത്തി വെക്കണം. അപ്പോൾ നിനക്ക് ബാലൻസ് കിട്ടും, കൺട്രോൾ കിട്ടും. അങ്ങനെ പതുക്കെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? നീ ഇപ്പം അതിന്റെ മുകളിൽ കയറ്റി വെച്ചിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെയാണ് നീ ആക്കണത്. അത് എപ്പോഴും കറക്റ്റ് കൺട്രോൾ കിട്ടില്ല. നിനക്ക് എങ്ങനെ കൺട്രോൾ കിട്ടുന്ന നീ അങ്ങനെ ചെയ്തോ. അറിയാം വണ്ടി എടുത്തോ. അവിടെ വിളിച്ചിട്ട് റിലീസ് ചെയ്യാം. ഞാൻ സൈഡ് ചേർത്തോട്ടെ. ബാക്ക് കാറിലേക്ക് സ്റ്റഡി കിട്ടാൻ ലാസ്റ്റ് കൊണ്ടു കിട്ടാൻ മതി. ഇങ്ങോട്ടല്ലേ തിരിക്കേണ്ട? തിരിയുള്ള അത് മനസ്സിലായിട്ടില്ല ഇതുവരെ. കൺഫ്യൂഷൻ പോലെ ഉണ്ട്, അത് തന്നെ ചോദിച്ചത്. ഇപ്പൊ കറക്റ്റ് മിററിൽ നിനക്ക് കാണാം. ആ വഴി എത്താറാകുമ്പോ ആ ചെറിയ മിററിൽ സ്റ്റഡിയാക്കണം. അല്ലെങ്കിൽ ആ പുലിന്റെ പുള്ളിക്ക് കേൾക്കും. പോട്ടെ ഒന്നേ വേണ്ടേ ആ വഴിക്ക് എടുത്തോ. ബ്രേക്ക് മാറി ശരിയാക്കി കുഴപ്പമില്ല. കേട്ടോ. സെക്കൻഡ് കേട്ടോ. സെക്കൻഡ് ഇടണമെങ്കിൽ ഈ സ്പീഡിൽ സെക്കൻഡ് എടുത്ത് കൊണ്ടിരിക്കാൻ പറ്റില്ല. ഈ സെക്കൻഡിലാണ് വണ്ടി എടുക്കാൻ പോണേ. ഓരോ കീഴിനോരോ സ്പീഡ് ഉണ്ട്. ഇല്ല, വണ്ടി ഓഫ് ആയി ഒറ്റയടിക്ക് ക്ലച്ച് കൊണ്ട് കാലെടുക്കുമ്പോ വണ്ടി മൂവിങ് ആയി
എന്താ നിനക്ക് തോന്നിയത് എന്തുട്ടാ? ഇപ്പൊ 3 തവണ ഇപ്പൊ ഈ ഇരിപ്പിൽ വണ്ടി ഓഫായി. എന്തുട്ടാ? ആര്? നീ ഇപ്പൊ എന്തിനോട് എന്തുട്ടാന്ന് ചോദിച്ചു? പക്ഷെ അവസാനമായിട്ട് ഞാൻ കറക്റ്റ് ആയിട്ടല്ലേ എടുത്തത്. എന്നിട്ട് വണ്ടി ഓഫായി. വണ്ടി ഓഫായി പോയി. മിസ്റ്റേക്ക് ആണെന്ന് അറിഞ്ഞൂടാ. അതായിരിക്കും അതിന്റെ റീസൺ ഉള്ളൂ. ന്യായീകരിച്ചല്ല, അതാണ് എനിക്ക് തോന്നുന്നത്. ശ്രദ്ധ കുറവാണ് എനിക്ക് തോന്നുന്നില്ല. അധികം നിങ്ങൾ എടുത്തത് വണ്ടി ആ വൈബ്രേഷൻ വരില്ലേ? ഏത് വണ്ടി ബാക്കിലേക്ക് പോയി തുടങ്ങും. അപ്പൊ അതിൽ കുറച്ച് നേരം നിൽക്ക്, ക്ലച്ച് അങ്ങനെ നിർത്ത്, അതിന് വിടണ്ട. വണ്ടി മൂവായി തുടങ്ങിയതിന് ശേഷം ക്ലച്ച് ഒന്ന് കരുതാൻ മതി. കുറെ നേരമായി പറഞ്ഞിരുന്നു. ഞാൻ അപ്പുറത്തെ ആക്സിഡന്റ് ഉണ്ട്, അത് വേണമെങ്കിൽ അത് കൊടുത്തു. ബൈക്ക് മൂന്ന് കാലത്ത് ആക്സിഡന്റ് എനിക്ക് കാലിച്ചോ. ഇപ്പോഴല്ല, അതായപ്പോ മനസ്സിലാകുമ്പോ അവിടെ തിരിക്കണം കേട്ടോ വണ്ടി. നീ നിന്റെ ഐഡിയക്കും തിരിച്ചെത്ര നേരം പറഞ്ഞു തന്നത് വെച്ചിട്ട് അതൊക്കെ തിരിച്ചാൽ മതി. ബ്രേക്കുമ്മ കാലുണ്ടാ? ബ്രേക്കുമ്മ കാലില്ലാണ്ട് ഇടിക്കുക. തിരിക്കാൻ വേണ്ടി വന്നപ്പോഴേ ഞാൻ ക്ലച്ചിന്റെ മുകളിൽ അമർത്തി, ബ്രേക്കുമ്പോ ചവിട്ടിയില്ല. എന്റെ ഒരു മൈൻഡ് വെച്ചിട്ട് ക്ലച്ചുമ്പോ ചവിട്ടി കഴിഞ്ഞാ വണ്ടി സ്ലോ ആവുന്ന ഞാൻ വിചാരിച്ചു. അപ്പൊ പിന്നെ ബ്രേക്കുമ്പോ ചവിട്ടണ്ടേ. ക്ലച്ച് ചവിട്ടുമ്പോ എന്താണ്ടാവണേ? വണ്ടി സ്ലോ ആവുന്നതിന്റെ വിചാരം ചില ഇറക്കത്തിലും ചേട്ടൻ അങ്ങനെ പറഞ്ഞില്ലേ, എന്നിട്ട് ക്ലച്ച് ചവിട്ടി കഴിഞ്ഞെന്ന് വെച്ചെങ്കിൽ നിർത്താറാകുമ്പോ പതിയെ ക്ലച്ച് ചവിട്ടി ചവിട്ടി അത് ഫസ്റ്റ് ഗിയറിലാണെങ്കിൽ വണ്ടി പതുക്കെ പോണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ ക്ലച്ചുമ്പോ ചവിട്ടി കഴിഞ്ഞാൽ എന്താ സംഭവിക്കണ അറിയോ? വണ്ടിക്ക് പിന്നെ ഒരു പിടുത്തൂല്ല. വണ്ടി ഇറക്കത്താ പോണെന്ന് വെച്ചെങ്കിൽ ഇറക്കത്തിന്റെ സ്പീഡിനനുസരിച്ച് വണ്ടി സ്പീഡ് കൂടുള്ളൂ. ഓടി വന്ന് അങ്ങോട്ട് കറക്കാനല്ല പറയണ്. വണ്ടി പതിയെ ബ്രേക്കൊക്കെ കാല് വെച്ച് വണ്ടി ഇതേപോലത്തെ ചെറിയ തിരിവുകൾ തിരിക്കുമ്പോ ക്ലച്ചുമ്പോ ചവിട്ടിക്കോ. പക്ഷെ ബ്രേക്കുമ്പോ കാല് വേണം. ബ്രേക്കുമ്പോ കാലുണ്ട് വെച്ചപ്പോ നീ പറഞ്ഞ ക്ലച്ചുമ്പോ കാലുണ്ട് എന്ന് പറഞ്ഞു. നീ ആക്സിലേറ്റർ കൊടുത്തിട്ട് അവിടെ നിന്ന് വരണത് പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. തൽക്കാലം വണ്ടി എടുക്ക്. കാലുണ്ടായിട്ടേ അവള് വണ്ടി ഓടിച്ചേക്കണ നോക്കിയ കുറ്റിയുമ്പോ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഞാനാ വേണമെങ്കിൽ ആ തിരിവൊന്ന് തിരിച്ച് കാണിച്ചു തരാം എങ്ങനെ ചെയ്യണം എന്ന്. ഇതുപോലെ തിരിവുകൾ നമ്മളെ നമ്മൾ ഇരിക്കുന്ന സൈഡ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ഒന്നുമില്ല. നമ്മൾ തിരിക്കുന്ന സൈഡിൽ പരമാവധി ഗ്യാപ്പ് വയ്ക്കുക. എന്നിട്ട് ഈ ഭാഗം തിരിയുമ്പോൾ ചേർന്ന് വരും. അപ്പൊ അതിനനുസരിച്ചുള്ള ഗ്യാപ്പ് നമ്മൾ നോക്കിയിട്ട് നമ്മൾ തിരിച്ചു വരാം. മനസ്സിലായാ? നീ ചെയ്ത് എന്നിട്ട് അറിയോ? ഞാൻ പറഞ്ഞുതരാം. നീ ചെയ്ത് സെക്കൻഡ് ഗിയറിൽ സ്പീഡിൽ വന്നിട്ട് നീ ക്ലച്ച് ചവിട്ടി വണ്ടിക്ക് സ്പീഡ് കൂടി. സ്പീഡിൽ വന്നിട്ട് സെക്കൻഡ് വന്നിട്ട് ഇതേ സ്പീഡിലാണ് നീ ക്ലച്ച് ചവിട്ടി വന്നിട്ട് വണ്ടിക്ക് സ്പീഡ് കൂടി. ഇതിങ്ങനെ ചേർത്താൻ പറ്റും. മനസ്സിലായാ? മനസ്സിലായാ? ല്ലേ തെരുവിലൊക്കെ പതുക്കെ വരിക. എത്ര പതുക്കെ പറ്റും അത്രയും പതുക്കെ. എന്താ ഇവിടുന്ന് ഓടി പോണതിനെ പറ്റി ആലോചിക്ക. ഒന്നുമില്ല. റിവേഴ്സ് വെച്ചോ? നീ ഇപ്പൊ സെക്കൻഡ് ലെവലിൽ ഫസ്റ്റിക്ക് മാറ്റി ന്യൂട്രലാക്കണം. അതിന് ഇത് പിടിച്ച് പൊന്തിക്കണ്ട. എത്ര തവണ പറയണം ഇത് പിടിച്ച് പൊന്തിക്കണ്ട. ന്യൂട്രൽ റിവേഴ്സ് എടുക്കുമ്പോൾ മാത്രം പൊന്തിച്ചാൽ മതി. വണ്ടി ഓഫ് ആവുകയൊക്കെ ചെയ്യും. നീ പേടിക്കണ്ട. ഇത് വിളിക്കാം. വണ്ടി നിർത്ത്. ആ കണ്ണടിയിൽ നോക്കിയിട്ട് കാര്യമില്ല. ഈ സൈഡാ തിരിഞ്ഞു വരണത്, അവിടെ അല്ല. മനസ്സിലായ? എന്നിട്ട് ഏത് സൈഡിലേക്കാ തിരിക്കണം? ആ സൈഡാണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത്. ഈ അതിലും വെറുതെ നോക്കി നിന്നിട്ട് കാര്യമില്ല. അത് വെറുതെ നോക്കിയിരിക്കാമെന്നുള്ള ഒരു ഗുണമില്ല. ഈ സൈഡില് ഈ ഒന്നെങ്കിൽ കണ്ണടിയിലേക്ക് നോക്കുക അല്ലെങ്കിൽ ഇതിലേക്ക് നോക്കുക. ഇതിൽ നോക്കി കഴിഞ്ഞാൽ സെന്റർ കാണാൻ പറ്റും.
നീ ഇപ്പൊ ഏത് സൈഡാണ് തിരിക്കണത് ആ സൈഡാണ് കറക്റ്റ് ആയിട്ട് നോക്കേണ്ടത്. കോട്ടെ വേക്കോട്ടെ ഓഫാക്കണ്ട. ഒരു സെക്കൻഡ്. നീ റിവേഴ്സ് ചെയ്ത് റിവേഴ്സ് വെച്ചാ നിങ്ങളുള്ള പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്തൊക്കെ ഇതിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. എല്ലാ വണ്ടിക്കും ഇത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പൊ മിററിൽ നോക്കിയിട്ട് വേണം എടുക്കാൻ. തിരിയില്ല കൊണ്ട് തയ്ക്കാൻ പോ. അതൊക്കെ ചെയ്താൽ മതി. അത് പൊട്ടിക്കാനുള്ളതല്ല. നീ ഫുൾ ഓടിക്കും. വണ്ടിയുടെ പകുതിയിലാവും നിൽക്കണം. നീ ഫുൾ ഓടിച്ചാലും വണ്ടി എനിക്ക് കയറില്ല. പതുക്കെ വണ്ടി മൂവിങ് ആയി തുടങ്ങി കഴിഞ്ഞാൽ അവിടെ നിർത്തി കുറച്ചാലും നീ ആക്സിലേറ്റർ കൊടുക്കുന്നില്ല. ക്ലച്ചിന്റെ സ്പീഡിലാണ് നീ എടുക്കണത്. അതേ പിന്നെ നീ ആക്സിലേറ്റർ കൊടുക്കണം. അങ്ങടെ പോയുള്ളത് അവന്റെ വഴി. ബസ്സുകാരാ ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ ഞങ്ങൾ റോട്ടിക്ക് ഇറങ്ങൂടാ. അന്ന് കാണിച്ചാറാ നമുക്കൊക്കെ. നിനക്ക് ഇങ്ങോട്ടൊക്കെ തിരിയുള്ളത് എന്നിട്ട് നീ ആ സൈഡിലേക്ക് കഴിഞ്ഞാൽ ചേർത്തുണ്ടാക്കണേ. അത് മനസ്സിലായിട്ടില്ലേ? ചെയ്തില്ലേ? മനസ്സിലാവണില്ലേ ചെയ്യണില്ലേ? നമ്മളെ മനസ്സിലാക്കാനുള്ള ഫിലിമില്ലേ? അത് ചെയ്തൊക്കെ അങ്ങടല്ല വണ്ടി നേരെ വിചാരിക്കണേ. വണ്ടി സ്റ്റഡി ആയി കഴിഞ്ഞാൽ ചെറിയ കിട്ടോ ചെറിയ കിട്ടി കിട്ടാ എന്നാ ഇടയിൽ നീ ഫുഡ് വിളിക്കും. ഫുഡ് വിളിക്കും. എന്നിട്ട് നാളേക്ക് കൂടി നോക്കി ഇതിലേക്ക് മാത്രം നോക്കണ്ട. നാളേക്ക് നോക്കിയാൽ മതി. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. ആ സൈഡല്ല നീ തിരിച്ചാൽ ഈ സൈഡിലേക്കാം. അപ്പോൾ ഈ നാളേക്കാണ് നോക്കണത്. വണ്ടി ശരിയില്ല. വണ്ടി നിർത്തി വണ്ടി പോകുന്നുണ്ട്. നീ ആ നാളേക്ക് നീ പ്രതികൾ അത് ഇവരുടെ ബാക്കിൽ സൗണ്ട് അതുണ്ട്. നീ ചെയ്യണ കട്ടെടുക്കുകയും നിനക്കത് ഒട്ടിക്ക് വേണ്ടിയിട്ട് അറിയേണ്ടത്. വണ്ടിയുടെ ഗ്ലാസ്സില് കണ്ട ബ്രേക്കുമ്പോ കാല് വെച്ചിട്ട് ലോഡാക്കിയിട്ടാണ് ഈ സൗണ്ട് വരണത്. എനിക്ക് ഈ ഹാഫ് ക്ലച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലാവില്ലല്ലേ? പറയുമ്പോ പറയാം എന്നല്ലാതെ നമുക്ക് കാര്യം മനസ്സിലാവില്ല. എന്നിട്ടാണ് അതുവരെ ഫസ്റ്റ് പോകാനെ കാലെടുക്കേ പൊന്നാ ഇപ്പോൾ ഓടിക്കുന്നത്. പിന്നെ ശരിയാണ് ശരി അവരുടെ വീട്ടിലേക്ക് പോയി കാണുന്നുണ്ട്. അത് പോയിക്കൊണ്ടാ മൊത്തം ശരിയാക്കല്ലേ? നീ ഒരു 10 മിനിറ്റ് സമയം നീ നിന്റെ ഇഷ്ടത്തിന് വിളിച്ചോ. നിനക്ക് ഏതൊക്കെ ഐഡിയ കിട്ടാണ്ടോ അതൊക്കെ നീ നോക്കിക്കോ. നിന്റെ ഒരു ബുദ്ധി വെച്ചിട്ടാ നീ എങ്ങനെ വിളിക്കില്ല ഞാൻ വിളിച്ചോ.
ബ്രേക്കുമ്പോ കാര്യം വെച്ചിട്ടുണ്ട്, അതാണ് കുറഞ്ഞൊരു സൗണ്ട് വരണത്. വണ്ടി 30ാമത്തെ തവണ ഓഫാണ്. വണ്ടി തിരിയാടെ സ്ഥലത്തേക്ക് കടന്നു കഴിഞ്ഞാൽ അവിടെ നിർത്താം, എന്നിട്ട് നേരെ ഫുൾ ഓടിച്ചോ നമുക്ക് പോകാനുള്ള സ്ഥലം മതി. അത് കേട്ടാനല്ലേ ഫസ്റ്റ് ഇട്ടാ എന്നിട്ട് വണ്ടി അങ്ങോട്ട് ഫ്രണ്ട് എടുത്തേ. ബ്രേക്ക് എവിടെയില്ല, ഫസ്റ്റ് എനിക്ക് ഫ്രണ്ടിക്ക് എടുക്കാൻ റിവേഴ്സ് എടുക്കാനല്ല. വീട്ടിലോടാ ഞാൻ പറഞ്ഞിട്ട് തിരിക്കണ സ്ഥലത്ത് മിറർ വേണം നോക്കാൻ. ആ സൈഡല്ല തിരിഞ്ഞു വരാം, ഈ സൈഡാ. ഒരു കാര്യം ഇപ്പൊ പലതവണയായി പറഞ്ഞു തരുന്നു, ഒന്ന് ചിന്തിച്ചാ നിങ്ങൾ പഠിക്കണില്ലേ, നന്നായി പഠിക്കണില്ലേ, ആ ബോധം കുറച്ചൊക്കെ ഇതിന് കൊടുക്ക്. മനസ്സിലാവണ്ട പറയണത് മനസ്സിലാവണ്ട കുട്ടിയെ, പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. ആ എന്നാ അതേപോലെ ഒന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യ്. ഞാൻ പറഞ്ഞുതരാം വഴി, ഞാൻ പറഞ്ഞുതരാം. നീ അതേപോലെ ഒന്ന് വണ്ടി ഓടിക്കേ. ഓടിച്ചാ കോട്ടെ നേരേക്ക് സ്പീഡ് കൂടണ്ട, നേരെ പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ആ സ്പീഡ് കൂടിയല്ല വണ്ടി കൺട്രോൾ ചെയ്ത്. ഈ 4 ഏക്കറുള്ള കാറ്, ഈ സ്റ്റീറിങ്ങും ഗിയറും ഈ ആക്സിലേറ്ററും ക്ലച്ചും ബ്രേക്ക് മാത്രമേ ഉള്ളൂ. ഇതിനെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ലേ? ഉള്ളോടിച്ചോ പിന്നെ എന്തുട്ടാ, ആരുടെ ഞാൻ ആലോചിച്ചിരിക്കണ, ആര് വരുന്ന വിചാരിച്ചിട്ടാ. പതുക്കെ അങ്ങോട്ട് പോകാൻ പറ്റില്ല, നീ വളരെ നേരത്തെ അങ്ങോട്ട് ഓടിച്ചു. റിവേഴ്സ് നോക്കിയേ.
പക്ഷെ നിങ്ങൾ അതേപോലെ ചെയ്യണില്ല. അത് വേണമെങ്കിൽ വണ്ടിയായിട്ടൊരു ബന്ധമില്ലാത്ത കാരണമാവാം. കുറച്ച് നാൾ ഓടിക്കുമ്പോ ഒക്കെ റെഡി ആവും. അപ്പൊ നാളെ വരില്ലേ? വരാണ്ടിരിക്കില്ല. പഠിക്കണം. കാർ ഓടിക്കാന്ന് പറഞ്ഞാൽ നിസാര പണിയുള്ളതാ. അത്ര ഉള്ള കേസ്. അങ്ങനെയൊക്കെ പോവാം വണ്ടി ഓടിച്ച് പഠിച്ചു കഴിഞ്ഞാ. അങ്ങനെ 2ാമത്തെ ദിവസവും നമ്മള് പൂർത്തിയാക്കി. 3ാമത്തെ ദിവസത്തേക്ക് വേണ്ടിയുള്ള വെയിറ്റിംഗാ.